ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് CPR കാർഡിയോ പൾമണറി റെസസിറ്റേഷനെ കുറിച്ചാണ്. ഹൃദയസ്തംഭനം അല്ലെങ്കിൽ പെട്ടെന്ന് കുഴഞ്ഞു വീഴുകയോ ബോധക്ഷയം സംഭവിക്കുകയോ ഒക്കെ ചെയ്യുന്ന വ്യക്തികൾക്ക് നമുക്ക് എത്രയും വേഗം നൽകാൻ പറ്റുന്ന പ്രഥമ ശുശ്രൂഷ അല്ലെങ്കിൽ ഫസ്റ്റ് എയ്ഡ് ആണ് CPR എന്ന് പറയുന്നത്. നമുക്കറിയാം, നമ്മുടെ ഹൃദയം പ്രവർത്തനരഹിതമായി കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിലെ വിവിധ അവയവങ്ങളിലേക്കുള്ള രക്തപ്രവാഹം നിലയ്ക്കും. അങ്ങനെ സംഭവിച്ചാൽ ഏകദേശം 5-8 മിനിറ്റുകൾക്കുള്ളിൽ തന്നെ നമ്മുടെ തലച്ചോറിലേക്കുള്ള രക്തയോട്ടം പൂർണ്ണമായി നിൽക്കുകയും ബ്രെയിൻ ഡെത്ത് അല്ലെങ്കിൽ മസ്തിഷ്ക മരണം സംഭവിക്കുകയും ചെയ്യുന്നു. ഈ അവസ്ഥ തടയുന്നതിനും ഹൃദയത്തിന് സ്വമേധയാ പ്രവർത്തിക്കാൻ സാധിക്കാതെ വരുന്ന സാഹചര്യത്തിൽ ഹൃദയത്തിലേക്കും തലച്ചോറിലേക്കും ഓക്സിജൻ അടങ്ങിയ രക്തത്തിൻ്റെ ഭാഗികമായ ഒഴുക്കിനെ സഹായിക്കുകയാണ് CPR എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഹൃദയാഘാതമുണ്ടായാൽ എത്രയും വേഗം നമ്മൾ നൽകുന്ന ഈ CPR പ്രക്രിയ വഴി രോഗിയുടെ ജീവൻ രക്ഷിക്കുവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ നമ്മൾ CPRൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് നോക്കി. ഇനി CPR ചെയ്യുവാനായിട്ട് പോകുമ്പോൾ എന്തെല്ലാം കാര്യങ്ങളാണ് നമ്മൾ ചെയ്യേണ്ടതെന്ന് നോക്കാം. ആദ്യമായി തന്നെ നമ്മൾ ചെയ്യേണ്ടത് എന്തെന്ന് വെച്ചാൽ കുഴഞ്ഞു വീണ വ്യക്തിയെ ഒരു പരുത്ത പ്രതലത്തിൽ കിടത്തുക എന്നുള്ളതാണ്. ശേഷം നമുക്ക് ആ വ്യക്തിയുടെ റെസ്പോൺസ് ചെക്ക് ചെയ്യാം. അതിനുവേണ്ടി ആ വ്യക്തിയുടെ തോളിൽ ശക്തമായി അടിക്കുകയോ നിങ്ങൾക്ക് പേരറിയാമെങ്കിൽ പേര് വിളിക്കുകയോ ചെയ്യാം. ആർ യു ഓക്കെ, ആർ യു ഓക്കെ, ആർ യു ഓക്കെ എന്ന രീതിയിൽ നമുക്ക് നോക്കാം. ആ വ്യക്തി റെസ്പോണ്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് എത്രയും വേഗം പ്രഥമ ശുശ്രൂഷ നൽകുകയും വ്യക്തിക്ക് വേണമെങ്കിൽ ഹോസ്പിറ്റലിലേക്ക് ഷിഫ്റ്റ് ചെയ്യുകയോ ചെയ്യാം. ഇൻ കേസ് അവിടെ റെസ്പോൺസ് ഒന്നും ലഭിച്ചില്ല എങ്കിൽ നമുക്ക് സഹായത്തിനായി വിളിക്കാം, അല്ലെങ്കിൽ എമർജൻസി ടീമിനെ കോൺടാക്റ്റ് ചെയ്യുക. അതിനുശേഷം നമ്മൾ CPR ചെയ്യുവാനായിട്ടുള്ള പ്രൊസീജിയറുകളിലേക്ക് കടക്കുകയാണ്. അതിനുവേണ്ടി എയർവേ, ബ്രീത്തിങ്, സർക്കുലേഷൻ എന്ന 3 കാര്യങ്ങൾ നമ്മൾ നോക്കണം. എയർവേ ആദ്യമായി തന്നെ നോക്കണം. എയർവേ ഒബ്സ്ട്രക്ഷൻ എന്തെങ്കിലും ഉണ്ടോ എന്നറിയുന്നതിന് വേണ്ടി ആ വ്യക്തിയുടെ താടി പതുക്കെ മുകളിലോട്ട് പൊക്കുകയും വായ്ഭാഗം തുറന്ന് പരിശോധിക്കുകയും ചെയ്യുക. വായ്ക്കകത്ത് എന്തെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് എടുത്ത് കളയാനായിട്ട് സാധിക്കും. അതുമൂലമാണോ ബ്രീത്തിങ് നടക്കാത്തതെന്ന് നമുക്കറിയാം. ഒന്നും തന്നെ ഇല്ല എങ്കിൽ അടുത്തതായി നമ്മൾ നോക്കേണ്ടത് ആ വ്യക്തിയുടെ ബ്രീത്തിങ് ആണ്. അതിനുവേണ്ടി നിങ്ങളുടെ ചെവി ആ വ്യക്തിയുടെ മൂക്കിനവിടെ വയ്ക്കുകയും അതോടൊപ്പം തന്നെ ചെസ്റ്റ് മൂവ്മെൻറ്റ് നോക്കുകയും ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ബ്രീത്തിങ് ഫീൽ ചെയ്യാനും അതോടൊപ്പം കാണുവാനായിട്ടും സാധിക്കും. അവിടെ ബ്രീത്തിങ്ങിൻ്റെ യാതൊരു ലക്ഷണങ്ങളും ഇല്ല എങ്കിൽ അടുത്തതായി ചെയ്യേണ്ടത് പേഷ്യൻറ്റിൻ്റെ പൾസ് നോക്കുക എന്നുള്ളതാണ്. പൾസ് നോക്കുവാനായിട്ട് ഹൃദയത്തിനോട് ഏറ്റവും ചേർന്നിരിക്കുന്ന ആർട്ടറിയാണ് കരോട്ടിഡ് ആർട്ടറി. അവിടെയാണ് നമ്മൾ നോക്കേണ്ടത്. അത് നമ്മുടെ കഴുത്തിൻ്റെ സൈഡുകളിലായിട്ടാണ്. CPR എന്ന പ്രൊസീജിയറിലേക്ക് പോകുന്നതിന് മുൻപ് നമുക്ക് നോക്കാം എന്തെല്ലാം കാര്യങ്ങളാണ് CPR കൊടുക്കുന്നതിന് മുന്നേ നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്ന്. 1 മിനിറ്റിൽ 100 തുടങ്ങി 120 കംപ്രഷൻസ് ആണ് നമ്മൾ ആ വ്യക്തികൾക്ക് നൽകേണ്ടത്. CPRൻ്റെ റേഷ്യോ എന്ന് പറയുന്നത് പ്രായമായവരിൽ 30:2 അതുപോലെ ചിൽഡ്രൻസിൽ 15:2 ആണ്. 30 എന്ന് പറയുന്നത് ചെസ്റ്റ് കംപ്രഷനും 2 എന്ന് പറയുന്നത് നമ്മൾ കൊടുക്കേണ്ട റെസ്പിറേഷൻ റേറ്റുമാണ്. നമ്മൾ കൊടുക്കുന്ന കംപ്രഷൻ്റെ ഡെപ്ത് എന്ന് പറയുന്നത് 2.5 ഇഞ്ചാണ്. നമ്മൾ ഓരോ കംപ്രഷൻ നൽകുമ്പോഴും നമ്മൾ ചെസ്റ്റ് റീകോയിലിംഗ് നടക്കുന്നുണ്ടോ എന്ന് പൂർണ്ണമായിട്ടും ഉറപ്പുവരുത്തണം. എങ്കിൽ മാത്രമാണ് നമ്മൾ കൊടുക്കുന്ന കംപ്രഷൻസ് വ്യക്തിക്ക് നല്ല രീതിയിൽ ലഭിക്കുകയുള്ളൂ. ഇനി CPR കൊടുക്കുവാനായിട്ട് നമ്മൾ എന്തെല്ലാം ചെയ്യണമെന്ന് നോക്കാം. ആദ്യമായി തന്നെ നിങ്ങളുടെ 2 കൈയിലെയും കൈവിരലുകൾ ഇൻ്റർലോക്ക് ചെയ്യണം. ശേഷം നിങ്ങളുടെ കൈമുട്ട് സ്ട്രെയിറ്റായി പിടിക്കണം. നമ്മുടെ ബോഡിയുടെ ഭാരം ഉപയോഗിച്ചാണ് നമ്മൾ CPR നൽകുന്നത്. കൈപ്പത്തിയുടെ താഴ്ഭാഗം രോഗിയുടെ നെഞ്ചിൽ വെക്കണം. എവിടെയാണ് വെക്കേണ്ടതെന്ന് വെച്ചാൽ നിങ്ങൾ 2 നിപ്പിളിനിടയിലൂടെ ഒരു ഇമാജിനറി ലൈൻ വരയ്ക്കുന്നതായി സങ്കല്പിച്ചതിന് ശേഷം അതിൻ്റെ നടുഭാഗത്തായി അല്ലെങ്കിൽ 4th and 5th ഇൻ്റർകോസ്റ്റൽ സ്പേസിലാണ് കംപ്രഷൻ നൽകേണ്ടത്. കംപ്രഷൻ നൽകുന്നതിനോടൊപ്പം തന്നെ നിങ്ങൾ എണ്ണുകയും വേണം. 30 കംപ്രഷൻ നൽകിയ ശേഷം 2 റെസ്ക്യൂ ബ്രീത്ത് നൽകുക. അതിനായി നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ താടി അല്പം ഉയർത്തി മൂക്ക് അടച്ചു പിടിച്ച ശേഷം 2 മൗത്ത് ടു മൗത്ത് റെസ്പിറേഷൻ നൽകുക. പിന്നീട് നമ്മൾ കരോട്ടിഡ് പൾസ് നോക്കുന്നു. അവിടെ പൾസ് ഇല്ല എങ്കിൽ പിന്നെയും നമ്മൾ കംപ്രഷൻ സ്റ്റാർട്ട് ചെയ്യുക. പൾസ് ഫീൽ ചെയ്യുന്നത് വരെയോ അതുമല്ല എങ്കിൽ എമർജൻസി ടീം വരുന്നത് വരെയോ ഈ CPR നമ്മൾ കണ്ടിന്യൂ ചെയ്യുക. ഓർക്കുക, ഇത് നമ്മൾ അറിഞ്ഞിരിക്കുന്നത് വഴി ചിലപ്പോൾ നമ്മൾ രക്ഷിക്കുന്നത് ഒരു വ്യക്തിയെ മാത്രമല്ല, ആ വ്യക്തിയിലൂടെ ജീവിക്കുന്ന പല വ്യക്തികളെയുമാണ്. അപ്പോൾ ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് ഉപകാരപ്രദമായിരിക്കുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അടുത്ത വീഡിയോയിൽ പുതിയൊരു ടോപ്പിക്കുമായി കാണാം. ബൈ.